ഉത്തര കന്നഡയിലെ അങ്കോളയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള അന്വേഷണം 15 ദിവസം പിന്നിടുന്നു. അങ്കോളയും കേരളവും തമ്മിൽ 700 കിലോമീറ്റർ അകലമുണ്ട്. NH-66 ദേശീയ പാതയാണ് രണ്ട് സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്നത്. ഇവിടെ വെച്ചാണ് അർജുനെ കാണാതാവുന്നതും. NH-66 പ്രധാനമായും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിലൂടെ കടന്നുപോകുന്നു. ചിലയിടങ്ങളിൽ അറബിക്കടലിന്റെ തീരത്തെ സ്പർശിക്കുന്നതായി കാണാം. കർണാടകയിലെ മറവന്തെ, കേരളത്തിലെ തലശ്ശേരി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ NH-66 അറബിക്കടലിനരികെ പോകുന്നു. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഈ ദേശീയപാത നീളുന്നു. നാഷണൽ ഹൈവേ 66 വിവിധ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെയും പട്ടണങ്ങളെയും പ്രധാന ഗ്രാമങ്ങളെയും ഇത് ബന്ധിപ്പിക്കുന്നു. ഈ പ്രദേശത്ത് ആദ്യമായല്ല മണ്ണിടിച്ചിലുണ്ടാകുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് കാർവാറിൽ സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം 2009 ഒക്ടോബറിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 19 പേർ മരിക്കുകയും 5 വീട് തകരുകയും ചെയ്തു. മഴക്കാലമായാൽ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് പതിവാണ്. 2024 ജൂലൈ 26-നുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേരാണ് മരണപ്പെട്ടത്. ദേശീയപാത 66-ലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്ന് സംഭവത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേ ഗൌഡ അഭിപ്രായപ്പെട്ടു. ഈ മൺസൂൺ കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് 10 പേർ ഇതിനോടകം മരണപ്പെട്ടതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2009-2021 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉത്തര കന്നഡയിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുണ്ടായതെന്ന് മറ്റൊരു പഠനത്തിൽ പറയുന്നതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനായി രാത്രിയും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചെങ്കിലും നിർത്തിവെച്ചു. അർജുൻ ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടെന്ന് ഉറപ്പില്ലെന്നും ഇതുവരെയും ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ദൗത്യസംഘം പറഞ്ഞു. ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ലെന്ന് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി. ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിലും പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം. ഇന്നലെ അത്തരത്തിൽ സിഗ്നൽ ലഭിച്ചില്ല. സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കളും അറിയിച്ചു. അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അതിനിടെ അർജുന്റെ ലോറിയിലുണ്ടായിരുന്ന തടി കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ശക്തമായ മഴ പെയ്താലും ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് വാഹനത്തിനരികിലേക്ക് എത്തിക്കാനാണ് നാവികസേന പദ്ധതി ഇട്ടിരിക്കുന്നത്. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനിയും കണ്ടെടുക്കാനുള്ളത്.